അക്ഷരനഗരിയായ കോട്ടയത്തു നിന്നും അമ്പരചുംബികളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന എറണാകുളത്തെത്തി ആലുവ പുഴയുടെ തീരത്തുകൂടി ഞാൻ എന്തെത്തിയിരിക്കുന്നത് തീ സ്റ്റുഡിയോസിലേക്കാണ്. എന്നാൽ പിന്നെ തുടങ്ങാം അല്ലേ? തുടങ്ങിയേക്കാം. വെൽക്കം ടു ഏക് ദോ തീ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന സഞ്ചാരം എന്ന ഷോയ്ക്ക് ശബ്ദം നൽകിയ അനീഷ് പുനൻ പീറ്ററാണ്. അനീഷ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ. അനീഷ് ഏട്ടാ, സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. സഞ്ചാരത്തിലൂടെയുള്ള സഞ്ചാരം എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. 26 വർഷമായി തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു നല്ല ഒരു ഗ്രോയിങ് യാത്ര എന്ന് പറയാം. കാരണം ഒരു രാജ്യത്തെ അറിവുകളിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ വ്യത്യസ്തമായ അറിവുകൾ, അവിടുത്തെ സംസ്കാരമൊക്കെ ഇങ്ങനെ അറിഞ്ഞിങ്ങനെ 26 വർഷം, ഒരു 1800-ലധികം എപ്പിസോഡുകൾ, 190 രാജ്യങ്ങൾ, അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അടിപൊളി. ഞാനൊക്കെ തീരെ ചെറുപ്പം മുതലേ കണ്ടിരുന്നൊരു ഷോ ആണ്. പക്ഷെ അന്നൊന്നും ഇതിൻ്റെ പുറകിൽ ഒരു ശബ്ദം കൊടുക്കാൻ വേറൊരാളാണെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. കാരണം ഞാൻ കൂടുതലും വിചാരിച്ചത് സന്തോഷ് സാറ് തന്നെയാണ് ഡബ് ചെയ്തിരുന്നതെന്നാണ്. എപ്പോൾ മുതലാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് ഇത് സാറിൻ്റെ ശബ്ദമാണ്? എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ അറിയാമായിരുന്നു ആദ്യം മുതൽ. അതല്ലാതെ പുറത്ത് പബ്ലിക്കിന് അങ്ങനെ അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് ആദ്യം തന്നെ സന്തോഷ് സാറ് പറഞ്ഞിരുന്നു, ചില ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ ആദ്യം ആരും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചില പ്രോഗ്രാംസൊക്കെ ആങ്കർ ചെയ്തപ്പോൾ അതിൻ്റെ ലൈവൊക്കെ കണ്ടവരൊക്കെ കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞു. ഈ ഒച്ച കേട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ സഞ്ചാരത്തിൻ്റെ വോയിസ് എൻ്റേതാണെന്ന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഇൻ്റർവ്യൂ സഫാരി ചാനലിലുണ്ടായിരുന്നു. സന്തോഷ് സാറും ഡയറക്ട് കുറിപ്പിൽ. അങ്ങനെയാണ് ഞാനാണെന്ന് കുറേ പേരറിയാം. പക്ഷെ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഇപ്പോൾ കുറേ പേര് ചേട്ടൻ്റെ ശബ്ദം അനുകരിക്കാറുണ്ടല്ലോ. ഇപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ആരുടെയെങ്കിലും അനുകരണം ഉണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദം നന്നായി ചെയ്യുന്ന ആളെന്ന് പറയുന്നത് റെജി രാമപുരം. റെജിയാണ്. റെജിയാണ് ആദ്യം എൻ്റെ ഈ സഞ്ചാരം അനുകരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒത്തിരി പേര് വരാൻ തുടങ്ങി, നസീർക്ക ഉൾപ്പെടെ ചെയ്തിരുന്നു. അത് അലക്സ് റീസെൻ്റ്ലി വന്നതാണ്. വളരെ ഒരു 1.5 വർഷം ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അദ്ദേഹം. പക്ഷെ അത് അങ്ങനെയല്ല. അത് ഒരു എപ്പിസോഡ് അദ്ദേഹം ആ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം അങ്ങനെ അങ്ങ് ഇതായെന്നുള്ളതേ ഉള്ളൂ. അതെ, എല്ലാം അങ്ങനെ പുള്ളി അങ്ങ് ഫോളോ ചെയ്യുക. ചേട്ടൻ്റെ ശബ്ദം കേട്ടിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇത് സന്തോഷ് ജോർജ് ഉളങ്ങരയുടെ ശബ്ദമാണെന്ന് പറയും? അങ്ങനെ പറഞ്ഞിട്ടില്ല. അടിപൊളി. ചേട്ടൻ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അന്ന് വേറെ എന്തൊക്കെ പ്രോജക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ആദ്യം ശരിക്കും അഡ്വർടൈസ്മെൻറ്റ്സും ഡോക്യുമെൻ്ററീസും ആയിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തിയേറ്റർ ആഡ്സ്, അങ്ങനെ TV കൊമേഴ്ഷ്യൽസ്, റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ്, അങ്ങനെയുള്ളതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഈ അനൗൺസ്മെൻറ്റ് തുടക്കത്തിലൊക്കെ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സഞ്ചാരത്തിലോട്ട് വരുന്നത്? അനൗൺസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ആണ്. അത് റെക്കോർഡ് ചെയ്ത് അവർ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത്, എന്നാ ഇപ്പം നമ്മുടെ ഒരു കടയുടെ ഇനോഗ്രേഷൻ അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്ന അനൗൺസ്മെൻറ്റ്, അല്ലാതെ ലൈവ് അനൗൺസ്മെൻറ്റ്സ് ഇല്ല. സഞ്ചാരം എന്ന് പറയുന്ന ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ കാരണം ഇമേജസ് എന്ന് പറഞ്ഞ ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. ഷാബു, ഷിബു, ദീപു, അവർ നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ ബ്രദറിൻ്റെ പിള്ളേരാണ്. അതിൽ ദീപു 2 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് വന്ന് 4-ാം മുറ. അവരാണ് ഫസ്റ്റ് എന്നെ സന്തോഷ് സാറുമായിട്ട് കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ അദ്ദേഹം വേറൊരു വെറൈറ്റി സൗണ്ട് തപ്പി നടക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതിനു മുമ്പേ ഈ ലേബർ ഇന്ത്യയുടെ അഡ്വർടൈസ്മെൻറ്റ്സിന് ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സഞ്ചാരത്തിലേക്ക് വരുന്നത്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു CD-യുടെ ഒരു ഇൻസിഡന്റ് ഇല്ലേ, അവതരണം അനീഷ് എന്ന് പറയാം. അത് ഒരു ദിവസം ഞാനും ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ കോട്ടയത്ത് ആനന്ദ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇറങ്ങി വരിക. അപ്പോൾ അവിടെ ഈ തറയിലിട്ട് CD-യും കാസറ്റ്സും ഒക്കെ വിൽക്കുന്ന ഹോൾസെയിൽ തറ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എല്ലാ സാധനവും അവിടെ കിട്ടും. അപ്പോൾ ഇദ്ദേഹം വന്ന് ഇത് സഞ്ചാരത്തിൻ്റെ CD-യാണ്, സൂപ്പറാണ്, കാണാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും എന്നെ നോക്കി, ഞാൻ കണ്ണടച്ച് കാണിച്ചു മിണ്ടരുതെന്നോ. അത് നോക്കിയപ്പോഴത്തേക്ക് അതിൽ എഴുതിയിരിക്കുന്നത് അനീഷ് പുന്നൻ അവതരിപ്പിക്കുന്ന സഞ്ചാരം. അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചില്ല, കാശ് കൊടുത്ത് ഈ സാധനം ഇങ്ങ് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഈ അനീഷ് പുന്നനെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഇവൻ തന്നെയാണെന്ന് പറഞ്ഞു. അന്നേരം ഈ പുള്ളി CD മേടിക്കാനായിട്ട് വട്ടോ നീളം നടക്കുക. ഞാൻ നടക്കത്തില്ല, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, ഇത് ഞാൻ കൊണ്ടുപോയി പിറ്റേ ദിവസം സന്തോഷ് സാറിൻ്റെ കൈ കൊടുത്തു. സന്തോഷ് സാർ എന്താ പറഞ്ഞത്? സന്തോഷ് സാർ താനിതപ്പോൾ തുടങ്ങിയത് സെപ്പറേറ്റ് സഞ്ചാരം. അതെ അതൊരു സാറ് അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഈ പൈറേറ്റഡ് ഇതിന് വേണ്ടിയിട്ട് അവരെ ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോഴാണ് ഇതും കൂടെ തെളിവ് സഹിതമല്ലേ കൊണ്ടുവന്നത്. ഓ, അങ്ങനെ കുറേ പൈറസിയുടെ. അതെ അതെ. ബീഫാമാണ് ചേട്ടൻ പഠിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വോയിസ് ഓവറിൻ്റെ ഒരു? അത് വോയിസ് ഓവറിൻ്റേത് ഞാൻ ശരിക്കും ഫാർമസി കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റിംഗ് സമയത്ത് ഞാനൊരു മാർക്കറ്റിംഗ് ഉഷോദയ എൻ്റർപ്രൈസസ്, ഈനാട് ഗ്രൂപ്പ്, പിന്നെ ഈ നമ്മുടെ രാമോജിറാവ് ഫിലിം സിറ്റിയൊക്കെ അവരുടെയാണ് ഈനാട് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ നിൽക്കുമല്ലേ, അപ്പോൾ ഞാൻ ഈനാട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആ വർക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബ്രദറിൻ്റെ കൂടെ പഠിച്ച ഒരാൾ, സുനിൽ ശ്രേയസ്, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് കമ്പനി നടത്തുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ, അത് ഈ പറയുന്ന പോലെ അന്നത്തെ ടോപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരാൾ. അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വാൻ അനൗൺസ്മെൻറ്റ്സ് പോയി. ഞാൻ അവനോട് പറയടാ, ഇത് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ചെയ്തു തരാമായിരുന്നു എന്ന് പറഞ്ഞു. ഈവൻ ആ വിജയൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഈ സുനിൽ എന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത റെക്കോർഡിങ്ങിന് കാണാമെന്ന് പറഞ്ഞ് അടുത്ത റെക്കോർഡിങ്ങിന് പുള്ളി വിളിച്ചു. പുള്ളി പറഞ്ഞു തന്നു, ഇന്ന പോലെ പറയണം എന്ന് പറഞ്ഞു. പുള്ളി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആദ്യം ആ അഡ്വർടൈസ്മെൻറ്റ്, തിയേറ്റർ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു. ഈ ശബ്ദം കൊണ്ട് ചേട്ടനെ തന്നെ സ്വയം എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ചെറുപ്പം മുതൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞങ്ങളുടെ പള്ളി ആണ് ശരിക്കും മോൾഡ് ചെയ്തത്. ഞങ്ങളുടെ യൂത്ത് വിങ്, ഞങ്ങളുടെ സൺഡേ സ്കൂൾസിലെ ഈ ആനിവേഴ്സറി സമയത്തെ ഡ്രാമാസ്, അന്നേരത്തെ അഡ്വർടൈസ്മെൻറ്റ്, ഈ അവരുടെ കോമ്പയറിങ്, പിന്നെ പള്ളിയിലെ യുവനസഖ്യത്തിൻ്റെ പള്ളിയിലെ പ്രോഗ്രാംസ്, അങ്ങനെ ആ ഇതിലാണ് ശരിക്കും ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു മേഖലയാണ്. അത് ഈ സന്തോഷ് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പള്ളി പരിപാടി വരുമ്പോൾ സഞ്ചാരം ചെയ്യാണ്ട് മുങ്ങുന്നൊക്കെ. അത് ചുമ്മാ പറഞ്ഞ അതെ. അതിനകത്ത് കുറച്ച് ഇതുണ്ട്. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഞങ്ങളുടെ സഭയുടെ ഒരു ഡയസിസിൻ്റെ ചുമതലയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഞാൻ 6 വർഷം ആ ഡയസിസിൻ്റെ ട്രസ്റ്റി ആയിരുന്നു. അപ്പോൾ അന്നേരത്തെ സമയത്ത് പല പ്രോഗ്രാംസ് ഈ 5 ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഞങ്ങളുടെ ആ ഡയസിസ്. അപ്പോൾ പലയിടത്ത് പോകണം. അപ്പോൾ മിക്കവാറും സഞ്ചാരം ആദ്യകാലത്ത് രാത്രിയിലാണ് ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ പകലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഓടി വന്നാണ് സഞ്ചാരം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടുള്ള അദ്ദേഹം ഇങ്ങനെ
ഒരു ദിവസം ഒന്ന് ഭയങ്കരമായിട്ട് ഫയർഡ് ആയെന്നൊക്കെ. അത് എന്നോട് പറഞ്ഞില്ല വന്ന് വർക്കുണ്ടെന്നുള്ള വിവരം. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പകുതി യാത്ര ചെയ്ത് അന്ന് കുമളിക്ക് പോവാ. പകുതി യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാറാകുമ്പോഴാണ് 12 മണിക്ക് വർക്ക് വരണമെന്ന് പറയാം. 10 മണിക്കാവാതെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഒരു മീറ്റിംഗ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അവിടുന്ന് നേരെ എന്നെ അവിടെ സ്റ്റുഡിയോയിൽ കൊണ്ട് വിടുമായിരുന്നു. അടിപൊളി. അപ്പോൾ ബീഫാം പഠിച്ചിട്ട് പെട്ടെന്നൊരു ചേഞ്ച്, ഒരു പ്രൊഫഷൻ ചേഞ്ച് വന്നപ്പോൾ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തോ? ഓൾറെഡി ഞാൻ മറ്റേ മാർക്കറ്റിംഗ് ഇതിലായിരുന്നല്ലോ. അപ്പോൾ അതും ഇതും കൂടെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി ആദ്യം. പിന്നെ ഇത് വലിയ കുഴപ്പമില്ലാന്നൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങളില്ലാതൊക്കെ പോയി. ഞാൻ പക്ഷേ ഫാർമസി കഴിഞ്ഞിട്ട് ഇതുവരെ ആ പ്രൊഫഷൻ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടുമില്ല. നല്ല കാര്യം. എന്തായാലും നമുക്കൊരു ചെറിയൊരു ഗെയിമിലോട്ട് പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഒരു പ്രശസ്തരായ 5 പേരുടെ സൗണ്ട് കേൾപ്പിക്കും. അതാരാന്ന് റെക്കഗ്നൈസ് ചെയ്യാം. ആദ്യത്തെ കേൾപ്പിക്കട്ടെ. തപസ്യക്ക് ശേഷം ഒരു കലാകാരൻ ഇന്ന് വലിയ വിഷമത്തിലാണ്. കണ്ണാടി വെള്ളനാട് നാരായണൻ. അടുത്ത ആളുടെ സഫാരി ചാനലിലെ അലിയാർ സർ. അടുത്ത ആളെ ശ്വാസകോശം സ്പോഞ്ച് പോലെ അയ്യോ നാണപ്പഞ്ഞ അല്ലല്ലോ. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ഇത് മറ്റേ ഗോപഞ്ചേട്ടൻ. അതെ അതെ. അടുത്ത ആള് അദ്ദേഹത്തിന്റെ ഈ നീണ്ട ഒരു റൺ തന്നെയാണ് കാസർഗോഡ് രഞ്ജിനിയിൽ. തിരുവനന്തപുരം. അവസാനമായിട്ട് ഒരു സൗണ്ട് കൂടെ. അതിന് മുകളിൽ ഒരു തുള ഉണ്ടാക്കാൻ പറ്റുമോ? സന്തോഷ് സാർ. എന്തായാലും കണ്ടുപിടിക്കുമെന്നറിയാം. അപ്പൊ എല്ലാവരും കണ്ടുപിടിച്ച അടിപൊളി. പിന്നെ ആർക്കും അസൂയ ഒന്നൊരു ശബ്ദമല്ലേ മമ്മൂക്കായുടെ. ഒന്ന് ചാണ്ടിയുടെ, അവൻ ചാണ്ടിയുടെ മകൻ. ഈ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ഡ്രൈവർ സ്പൾബർഗ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സന്തോഷ് സാറും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ഫ്രീ ആണ്.